അഡ്വാൻസ്മെന്റ് ഗോൾ. അഡ്വാൻസ്മെന്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ്, അറിവിലാണെങ്കിലും ഒരു പടി നമ്മൾ കുറച്ചുകൂടെ മിടുക്കനായി മാറുക, ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഒരു പടി നമ്മൾ മിടുക്കനായി മാറുക, നമ്മുടെ നൈപുണ്യം അല്ലെങ്കിൽ സ്കില്ലിലാണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ മികച്ച രീതിയിൽ നമ്മുടെ സ്കില്ലിനെ, നൈപുണ്യത്തെ ഡെവലപ്പ് ചെയ്യുക. ഹാബിറ്റിലാണെങ്കിലും വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കി കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഹാബിറ്റ്സുകൾ ബിൽഡ് ചെയ്യുക. ഇനി നമ്മൾ എടുക്കുന്ന തന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന രീതികൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ സ്ട്രാറ്റജിയിലേക്ക് മാറാൻ തയ്യാറാണ്. നമ്മുടെ നോളജ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സ്ട്രാറ്റജി, ഈ 5 ഏരിയയിലും നമ്മൾ അഡ്വാൻസ്മെന്റ്, ഒരു അപ്ഡേഷൻ, ഒരു അപ്ഗ്രഡേഷൻ അത് ഉണ്ടാക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ അഡ്വാൻസ്മെന്റ് ലെവലിൽ ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം. കാരണം സ്കില്ലാണ് ഫ്യൂച്ചർ കറൻസി. എന്താണ്? സ്കില്ലാണ് ഫ്യൂച്ചർ കറൻസി. നമുക്ക് ഭാവിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ സ്കില്ല് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. അതുകൊണ്ട് സ്കില്ലിനെ എത്ര കണ്ട് പോളിഷ് ചെയ്യാമോ, എത്ര കണ്ട് മൈക്രോ ലെവലിലാണെങ്കിലും അധികം ഡെവലപ്പ് ചെയ്യാമോ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ വായിക്കാം, ആ സ്കില്ല് പഠിച്ചെടുക്കുക. കാര്യം പ്രയോജനം ചെയ്യും. ഒരുപാട് പേരിൽ ഫാസ്റ്റ് ആയിട്ട് വായിക്കേണ്ടി വരുമല്ലോ, ഫാസ്റ്റ് ആയിട്ട് വായിക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഒരു ടീച്ചർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാനുള്ള, നമ്മുടെ സ്റ്റുഡൻസിനെ അനലൈസ് ചെയ്യാൻ, അവരെ മനസ്സിലാക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇനി ഒരു ഓണ്ടർപ്രണർ, ബിസിനസ്മാൻ ആണെങ്കിൽ എങ്ങനെ വേണം ഒരു ടീമിനെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള കഴിവ് അത് കൂട്ടിയെടുക്കുക. അപ്പൊ അത്തരത്തില് ഓരോ മേഖലയിലുള്ള ആളുകളും അദ്ദേഹത്തിന്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള നല്ല രീതിയിലുള്ള എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് അഡ്വാൻസ്മെന്റ് ഗോൾ. 2026 നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൽ എന്താണോ ആ സ്കില്ലിന്റെ നിലവിലുള്ള തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് ആ സ്കില്ലിനെ ഉയർത്താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. അത് ഒരു പെർട്ടിക്കുലർ കോഴ്സ് പഠിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, ബുക്ക് വായിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല എന്തെങ്കിലും ചെയ്ത് പഠിച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ അഡ്വാൻസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ്. കാരണം എന്താ? ഫ്യൂച്ചറിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണെന്ന് ആദ്യം പറഞ്ഞു. അവനവന്റെ ഫ്യൂച്ചറിന്റെ ഉത്തരവാദിത്വം അവനവന്റെ കയ്യിലാണ്. സോ വി ഹാവ് ടു ഇൻവെസ്റ്റ് അവർ എനർജി, മണി, ടൈം ഫോർ ഡെവലപ്പിംഗ് അവർ സ്കിൽസ്. നമ്മുടെ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മുടെ സമയമാണെങ്കിലും കാശാണെങ്കിലും ശക്തിയാണെങ്കിലും ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുക. തിരിച്ചറിയേണ്ട ഒരു ഫാക്ടർ ഇതാണ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാലക്രമേണ ഫെയ്ഡ് ആവും, പക്ഷെ നമ്മൾ ആർജിക്കുന്ന സ്കിൽസ് ഉണ്ടല്ലോ അത് തിളങ്ങും. ശരിയല്ലേ? ഇപ്പൊ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്കും ഉണ്ട്, നമ്മുടെ ചങ്ങാതിക്കും ഉണ്ട്. നമ്മൾ രണ്ടുപേരും ഒരിടത്ത് ജോലിക്ക് കയറിയെന്ന് വെച്ചോ, അവിടെ നമ്മൾ ഡെയിലി നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. മറ്റേ കൂട്ടുകാരനാവട്ടെ അന്ന് പഠിച്ചത്രയും മതി എന്ന് പറഞ്ഞാൽ ആ പഠനം വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാണ്. ആരായിരിക്കും തിളങ്ങണത്, ആരായിരിക്കും തിളക്കം പോണത്? ഇറ്റ് ഇസ് വെരി ക്ലിയർ. ആരാണോ സ്കില്ല് ഡെവലപ്പ് ചെയ്യണത് അവൻ തിളങ്ങും, ആരാണോ സ്കില്ല് ഡെവലപ്പ് ചെയ്യാത്തത് അവന്റെ തിളക്കം അറ്റുപോകും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാവുക, നമ്മുടെ മേഖലയിൽ പുതിയ കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്ത് പഠിക്കാൻ തയ്യാറാവുന്ന അഡ്വാൻസ്മെന്റ് ഗോൾസ് വേണം. സോ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ, നോളജ് ഡെവലപ്പ് ചെയ്യാൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ, അതേപോലെ നിങ്ങളുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ, ഇതിനൊക്കെ ആയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എവിടെയൊക്കെയാണ് മാറ്റം വരുത്താൻ പോകുന്നത്, തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.